ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നൊരു സൺഡേ ആട്ടോ. അപ്പോൾ സൺഡേ വ്ളോഗാണ് ഇന്നത്തെ. പിന്നെ ഞങ്ങളിതാ രാവിലെ തന്നെ കുർബാനയ്ക്കായിട്ട് പോവുകയാണ്. പിന്നെ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് ഞങ്ങളുടെ പ്രിൻസിപ്പാൾ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. അതുപോലെ തന്നെ അച്ഛൻ പ്രീസ്റ്റായിട്ട് 20 ഇയേഴ്സ് ആവുന്ന ഒരു ദിവസം കൂടെയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് പള്ളിയിൽ ബിഷപ്പ് വന്നിട്ടുള്ള കുർബാനയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതാ പള്ളിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കണം. ഓരോരോ വണ്ടികളായിട്ട് ഇതാ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ്, ലേറ്റ് ആവാതെ നേരത്തെ തന്നെ ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. നല്ല ചൂടായിട്ടോ, നല്ല ചൂട് ദിവസങ്ങളാണ്. രാവിലെ തന്നെ നല്ല സൂപ്പർ വെയിലാണ്. പിന്നെ ഇതാ ഇത് ഞങ്ങളുടെ പള്ളിയിലേക്ക് പോകുന്ന ബസ്സാണ്. ഞങ്ങളുടെ ടീച്ചേഴ്സൊക്കെ ആയിട്ട് സ്കൂളിൽ നിന്ന് പോകുന്ന ബസ്സാണ് പള്ളിയിലേക്ക്. ഞങ്ങൾ അങ്ങനെ ഇതാ പള്ളിയിൽ എത്തിയിട്ടോ. അപ്പൊ ഇന്നത്തെ കുർബാനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങളുടെ പുതിയ ബിഷപ്പ് ആദ്യമായിട്ട് ഞങ്ങളുടെ ബസ്തി പാരിഷിൽ വന്ന് കുർബാന ചൊല്ലാനായിട്ട് ഞങ്ങളുടെ പള്ളിയിലേക്ക് ഇതാ എത്തിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ കുർബാന അല്പം ആഘോഷപരമായ കുർബാനയാണ്. അപ്പൊ കുർബാനയുടെ ഒരു ശകലം ഭാഗം നിങ്ങൾക്ക് കാണാട്ടോ. അങ്ങനെ ഞങ്ങളുടെ കുർബാനയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇതാ ലാസ്റ്റ് പാട്ടാണ്, കുർബാന കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് പാട്ട് ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുർബാനയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇതാ പള്ളിയുടെ മുകളിൽ തന്നെ ഞങ്ങളുടെ പാരിഷ് ഹോളുണ്ട്. അപ്പൊ അവിടെ വെച്ച് കുറച്ച് പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അതും കൂടെ കാണാം. അപ്പോൾ കൺഗ്രാജുലേഷൻ സോങ് ഒക്കെ കഴിഞ്ഞപ്പോൾ ദാ ബിഷപ്പ് ഞങ്ങളുടെ ഇവിടുന്ന് തന്നെ ട്രാൻസ്ഫർ ആയിട്ടുള്ള 2 ഫാദേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ വർഷം ട്രാൻസ്ഫർ ആണ്. അപ്പോൾ അവരെയും കൂട്ടി ഇതാ കേക്ക് കട്ട് ചെയ്യുന്ന കേട്ടോ. ഇതാ അവിടെ 2-3 ചെറിയ പ്രോഗ്രാമുകളുണ്ട്.
അപ്പൊ ഞങ്ങളുടെ പാരീഷിൽ നിന്ന് തന്നെയുള്ള 2 കുട്ടികൾ അവരിതാ ഒരു ഡാൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരിതാ ഡാൻസ് കളിക്കുന്ന. അപ്പൊ ഇവരുടെ ഡാൻസിന്റെ സോങ് ഞാനിവിടെ പ്ലേ ചെയ്യുന്നില്ല കേട്ടോ, നമുക്ക് കോപ്പിറൈറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് വേറെ മ്യൂസിക് ആയിട്ട് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത്. കുട്ടികളുടെ ഡാൻസ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പാരീഷിലുള്ള ഒരു സാറിന്റെ സ്പീച്ച് ഉണ്ടായിരുന്നു. അപ്പൊ ആ സാറ് സ്പീച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാറിന്റെ സ്പീച്ച് കഴിഞ്ഞപ്പോ അഞ്ജലി ടീമിന്റെ ഒരു ഗ്രൂപ്പ് ഡാൻസ് ഉണ്ട്. അപ്പൊ അവരിതാ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് ദിവസമായി ഒരു ഡാൻസ് പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങിയിട്ട്. അപ്പൊ അങ്ങനെ മലയാളം പാട്ട് കേട്ടോ, 2 പാട്ടുകളുണ്ട്, ഒരു മലയാളം പാട്ടും ഒരു ഹിന്ദി പാട്ടും വെച്ചാണ് ഒരു ഡാൻസ് കളിച്ച്. അപ്പൊ നമുക്കത് പ്ലേ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വേറെ മ്യൂസിക് കൊടുക്കുന്നു. അപ്പൊ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അവരുടെ ഡാൻസ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പാരീഷിലെ വേറൊരു സാറിന്റെയും സ്പീച്ച് ഉണ്ടായിരുന്നു. അപ്പൊ സാറും ആ സ്പീച്ചൊക്കെ പറഞ്ഞു കേട്ടോ. സാറിന്റെ സ്പീച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ വേറൊരു സാറ് ഒരു പാട്ട് പാടുന്നുണ്ട്, ഹിന്ദിയിലുള്ളൊരു പാട്ടാണ്. അപ്പൊ സാറ് മൊബൈലൊക്കെ വെച്ച് മ്യൂസിക് ഒക്കെ വെച്ചിട്ടാട്ടോ പാട്ട് പാടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സോങ് പ്ലേ ചെയ്യാത്തത്. അപ്പൊ അങ്ങനെ ഇന്നത്തെ കൾച്ചറൽ പ്രോഗ്രാം എല്ലാം അവസാനിച്ചു. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പള്ളിയിൽ നിന്ന് തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു തിരക്കിലാണ്. അപ്പൊ എല്ലാവരും അതിൻ്റെ ഒരു തിരക്കിലാട്ടോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇവിടെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ബിഷപ്പിന്റെ കയ്യിൽ നമ്മള് ബൈബിൾ ക്വിസ് എഴുതിയവരും അതുപോലെ തന്നെ ബൈബിൾ റൈറ്റിംഗ് എഴുതിയവർക്കും ഒക്കെ ബിഷപ്പ് വഴി ഇതാ സമ്മാനം കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോ അതിന്റെ ഒരു ക്ലിപ്പും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾക്ക് അതും കൂടെ കാണാം. जोहानी लकड़ा मेरी जागरण निकेता लकड़ा निया सतीश पूनम कटकटा आलिमगढ़ मेघना रेड्डी राजेश लकड़ा रंजित गुंडम प्रसाद खीरो ബൈബിൾ ക്വിസിന് ലാസ്റ്റ് ഇയറിൽ പങ്കെടുത്ത എല്ലാവർക്കും തന്നെ പാർട്ടിസിപ്പേഷൻ പ്രൈസ് കൊടുക്കുന്നതാട്ടത്. ഇവിടുത്തെ ലാസ്റ്റ് ഇയറിൽ ബൈബിൾ റൈറ്റിങ്ങിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്ക് കൊടുക്കുന്ന പാർട്ടിസിപ്പേഷൻ പ്രൈസ് ആണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടുന്ന് ട്രാൻസ്ഫർ പോകുന്ന 2 സിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ അവർക്കും ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഫാമിലി അവര് സാറ് റിട്ടയർമെന്റ് കഴിഞ്ഞ് സാറും ടീച്ചറും കൂടെ നാട്ടിലേക്ക് ജോലിയൊക്കെ നിർത്തി ഇവിടുന്ന് പോകണ്. അപ്പൊ അവർക്കും ഇതാ ചെറിയ ഗിഫ്റ്റ്. പിന്നെ വേറൊരു ടീച്ചർ ഇതാ ആ ടീച്ചർ അതുപോലെ തന്നെ ഒരു സാറ്. അപ്പൊ അവർക്കൊക്കെ ഓരോ ചെറിയ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ എല്ലാവരും എന്താ ബിഷപ്പിന്റെ ഒക്കെ കൂടെ നിന്ന് ഓരോരോ ഗ്രൂപ്പായിട്ട് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കട്ടോ. ഫോട്ടോസ് എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, കുറച്ച് നേരമൊക്കെ സംസാരിച്ച് അങ്ങനെ ഞങ്ങളും എന്താ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. സിസ്റ്റേഴ്സ് ആദ്യം തന്നെ ബിഷപ്പിന്റെ കൂടെ നിന്നുള്ള ഫോട്ടോ എടുത്തായിരുന്നു. അതിനുശേഷം പിന്നെ ഓരോരോ ഫാമിലി ആയിട്ട് നിന്ന് ബിഷപ്പിനെ കാണുകയും അതുപോലെ തന്നെ ബിഷപ്പിന്റെ കൂടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എല്ലാവരും തന്നെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ച് വേറെയും ഫാമിലീസിന്റെ ഒക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അത് കഴിഞ്ഞപ്പോ പിന്നെ ഞങ്ങൾ ഇതാ വീട്ടിലേക്ക് തിരിക്കുകയാണ്. ഈ സാറിന്റെ ഫാമിലി ഈ വർഷം ജോലിയൊക്കെ നിർത്തി നാട്ടിലേക്ക് പോകണം. സാറിന്റെ റിട്ടയർമെന്റ് ആയിരുന്നു. അപ്പൊ അവരെല്ലാവരും കൂടെ നാട്ടിലേക്ക് പോകണം. ഞങ്ങളുടെ നാട്ടുകാർ കേട്ടോ. അപ്പൊ അതുകൊണ്ട് നാട്ടിൽ ചെന്നായാലും ഞങ്ങൾക്ക് ഇനിയും കാണാം. അപ്പൊ നാട്ടിൽ ചെന്നാൽ കാണാൻ പറ്റുന്നുള്ളൊരു സന്തോഷം ഞങ്ങൾക്കുണ്ട്. അങ്ങനെ ഇന്നത്തെ പരിപാടി എല്ലാം ഭംഗിയായി നടന്നു. എല്ലാവരും തന്നെ വളരെ ഹാപ്പി ആയിരുന്നു. കുർബാനയൊക്കെ കഴിഞ്ഞ്
എല്ലാവർക്കും തന്നെ ഒരുവിധം എല്ലാവർക്കും തന്നെ ഗിഫ്റ്റൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ ഗിഫ്റ്റൊക്കെ കിട്ടിയ സന്തോഷത്തിൽ എല്ലാവരും ഇതാ വീട്ടിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ കുർബാനയൊക്കെ കഴിഞ്ഞ് ഇതാ വീട്ടിലെത്തിയിട്ടോ. അപ്പൊ എനിക്കും അഞ്ജുനും കിട്ടിയ ഗിഫ്റ്റുകളാണിത്. അഞ്ജുന് ബൈബിൾ ക്വിസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിനുള്ള സമ്മാനം കേട്ടോ. ഇത് എൻ്റെ ബൈബിൾ റൈറ്റിങ്ങിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിനുള്ള പ്രൈസാണ്. അപ്പോൾ രണ്ട് നമുക്കൊന്ന് തുറന്ന് കാണാം. അപ്പോൾ ആദ്യം നമുക്ക് അഞ്ജുവിൻ്റെ പ്രൈസ് അൺബോക്സ് ചെയ്യാം. അഞ്ജു ചിരിക്കണം, അഞ്ജു ആണ് നിന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അഞ്ജുവിൻ്റെ പ്രൈസ് ഓപ്പൺ ചെയ്യട്ടെ. അഞ്ജുവിനാണ് ശരിക്കും പറഞ്ഞാൽ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. പക്ഷേ ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എന്നോട് പറഞ്ഞു മമ്മി അൺബോക്സ് ചെയ്തോ. ഇപ്പോൾ ഒരു ചെറിയ ഗിഫ്റ്റ് ആണെങ്കിലും ഗിഫ്റ്റിന് എന്തോരം വലുപ്പമുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം വലുതെന്നല്ല, നമുക്കങ്ങനെ ഗിഫ്റ്റായിട്ട് കിട്ടുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമല്ലേ. പുറത്തുനിന്ന് തന്നെ കാണാം അഞ്ജുവിൻ്റെ ഗിഫ്റ്റ്. കപ്പ്, നല്ല അടിപൊളി ചായ കപ്പ്. ഇതാട്ടോ അഞ്ജുവിൻ്റെ പ്രൈസ്. ഇതാണ് അഞ്ജുവിൻ്റെ ഗിഫ്റ്റ്. അടപ്പൊക്കെ ഉണ്ട്, അടപ്പൊക്കെ ആയിട്ടുള്ളതാണ്. കോഫി സൂപ്പർ അല്ലേ, ഇഷ്ടായോ? ഇഷ്ടായി. അപ്പോൾ അഞ്ജുവിൻ്റെ പ്രൈസ് ഇതാ നീക്കി വെച്ച്. നീ എൻ്റെ പ്രൈസ് നോക്കാം. എൻ്റെ വാട്ടർ ബോട്ടിലാണെന്ന് തോന്നുന്നു. എൻ്റെ സമ്മാനം ഇതാട്ടോ. എനിക്ക് കിട്ടിയിരിക്കുന്ന പ്രൈസ് ഇതാ മിൽട്ടൻ്റെ ഫ്ലാസ്ക്. അടിപൊളി, സൂപ്പർ, അടിപൊളി. എനിക്ക് നല്ല ഇഷ്ടമായി. അത് ഞാനായിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത്. അഞ്ജുന് കണ്ടിട്ട് ഇപ്പോൾ സഹിക്കുന്നില്ല. ഇത് നീ അഞ്ജു ഉപയോഗിക്കുന്നു പറയണേ. നല്ലതാട്ടോ, കുഴപ്പമില്ല. നമുക്ക് ചൂടുവെള്ളവും തണുത്ത വെള്ളവും ഒക്കെ വയ്ക്കാൻ പറ്റിയ നല്ല അടിപൊളി സാധനം. അപ്പം അങ്ങനെ ഇതാണ് ബൈബിൾ റൈറ്റിങ്ങിന് പാർട്ടിസിപ്പേഷൻ കിട്ടിയത്. എനിക്ക് ഓൾറെഡി മുൻപ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ക്യാഷ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്, 1000 രൂപ ക്യാഷ് പ്രൈസ് മുൻപ്. അത് ഞങ്ങൾക്ക് ഡയസിസിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് ഞങ്ങളുടെ പാരിഷിൽ നിന്ന് ഞങ്ങളുടെ അച്ഛൻ തന്നിരിക്കുന്നതാണ്. അപ്പോൾ ബിഷപ്പെന്ന് വന്ന ദിവസം നോക്കി ബിഷപ്പിൻ്റെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങിക്കാനായിട്ട് അങ്ങനെ ഇന്ന് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഇന്നത്തെ ദിവസം വെച്ചതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് കമൻ്റൊക്കെ അറിയിക്കണേ. ഇനി നമുക്ക് വേറെ വീഡിയോയുമായി വരാം. ബൈ ബൈ.